ഇതാണ് നമ്മളെ വാട്ടിക്ക റിസോർട്ട്. വയനാട്ടിലാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അടിപൊളി റിസോർട്ടാണ്. ഗംഭീരം എന്ന് പറഞ്ഞാൽ ഗംഭീര റിസോർട്ടാണ്. ഞങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്തൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായെന്ന് വെച്ചാൽ അത്രയും നല്ല നീറ്റ് ആൻഡ് ക്ലിയർ റിസോർട്ടാണ്. ഇവിടുത്തെ സ്റ്റാഫ് ആയിക്കോട്ടെ, സ്റ്റാഫ് നമ്മൾ വേണ്ടപ്പെട്ട ഒരാളാണ്. അപ്പോൾ അവർ ആൾക്കാരോടൊക്കെ പെരുമാറുന്ന രീതികളൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്രയും എന്താ പറയണ്ടേ, നല്ല അത്രയും പെർഫെക്ഷനോട് കൂടിയാണ് ഇവരിവിടെ ചെയ്യുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്നത് കോറം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കോറത്തുനിന്ന് വാട്ടിക്ക റിസോർട്ട്, അതിൻ്റെ പേര് ഇതാ വാട്ടിക്ക റിസോർട്ടിൽ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ കിട്ടും കോറം വാട്ടിക്ക റിസോർട്ട്. അടിപൊളിയാണ്, സൂപ്പറാണ്. ഇവിടുത്തെ ആംബിയൻസൊക്കെ അത്രയും ഭയങ്കര സെറ്റപ്പാണ്. അപ്പോൾ എല്ലാവരും ചൂസ് ചെയ്യുമ്പോൾ ഇതും കൂടി ഒന്ന് നോക്കി ചൂസ് ചെയ്യുക. ഭയങ്കരം എന്ന് പറഞ്ഞാൽ ഭയങ്കരം അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഇവിടെ സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ട്. പിന്നെന്താ, ഇവിടെ എല്ലാ ഇതും ഉണ്ട്. ഇവിടെ നമുക്ക് ക്യാരംസ് കളിക്കാം, ക്യാരംസിനുള്ള സ്ഥലമുണ്ട്. പിന്നെ മറ്റെന്താ പറയണ്ടേ, നമ്മുടെ ഇതില്ല ബൊമ്പില്ലും അതൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ക്യാരംസ് ഇതിൻ്റെ മുകളിലാണ് വരുന്നത്. ഇവിടെയാണ് ക്യാരംസിൻ്റെ സ്ഥലം. പിന്നെ ഇങ്ങനെ കുറച്ച് സ്ഥലം, പിന്നെ ക്യാമ്പ് ഫയറുണ്ട്. ക്യാമ്പ് ഫയറിൻ്റെ അടുത്തേക്ക് നമ്മൾ അങ്ങോട്ട് പോവാം. ഇവിടെയാണ് ക്യാമ്പ് ഫയർ നടക്കുന്ന സ്ഥലം. ഇതാണ് ക്യാമ്പ് ഫയർ നടക്കുന്ന സ്ഥലം. ഇവിടെ നല്ല രീതിക്ക് ലൈറ്റൊക്കെ അലങ്കരിച്ച് അടിപൊളിയാണ്. പിന്നെ ഞങ്ങൾ താമസിച്ച റിസോർട്ടാണ് അടവി. അപ്പോൾ അതിൻ്റെ റൂമിൻ്റെ ചാവി റൂം കൂട്ടിപ്പോയി. അടിപൊളി റിസോർട്ടാണിത്. റൂമിൻ്റെ ചാവി ഉണ്ടെങ്കിൽ ഞാനൊന്ന് തുറന്ന് വേറെ നോക്കാം. പക്ഷേങ്കിൽ അടിപൊളിയാണ്. പിന്നെ ഇവിടെയൊക്കെ മീനിൻ്റെ ഇതൊക്കെ ഉണ്ട്. നല്ല അടിപൊളി റെഡ് കളറുള്ള മീനൊക്കെ ഉണ്ട്. ഇവിടെ ഇതൊരു വേറെ റിസോർട്ടാണ്, ആരണ്യം എന്നതിൻ്റെ പേര്. പിന്നെ ഇതിൻ്റെ താഴെ വേറെ റിസോർട്ടുണ്ട്. ഇതൊക്കെ ഇവരെ തന്നെയാണ് താഴെ ഒന്നുള്ളത്. പിന്നെ ഇത് ആരണ്യം. AC ഉണ്ട്, നോൺ AC അങ്ങനത്തെ ഒക്കെ ഉണ്ട് ഇവിടെ. അടുത്ത നമുക്ക് പൂളിലേക്ക് പോവാം. പൂള് അടിപൊളി പൂളാണ് ഇവിടുത്തത്. നല്ല സ്റ്റൈലൻ പൂള്. അതിലേക്ക് പോവാം. ഇതാണ് പൂള്. സൂപ്പറൻ അടിപൊളി പൂളാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലിയറാണ് പൂള്. അത് ഇവിടുത്തുള്ള ഇതിൻ്റെ അകത്തുള്ള ചപ്പുകൾ വീഴുന്നതാണ്. അതൊക്കെ നമ്മൾ കുളിക്കുന്ന സമയത്ത് അവർ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി തരും. ഇവിടെയൊക്കെ നല്ല മരങ്ങളൊക്കെ ഇതാക്കിയിട്ടുണ്ട്. പിന്നെ പൂളിൻ്റെ സൈഡിൽ കൂടെ ഇറങ്ങി താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ കുട്ടികൾ കളിക്കാനും ഇങ്ങനത്തെ കുറച്ച് സംഗതികളൊക്കെ ഉണ്ട്. അതൊക്കെ ഇവിടെ പിന്നെ നല്ല അടിപൊളി വ്യൂ ആണ് പുറത്ത്. പിന്നെ വരുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് ഉള്ളോട്ടേക്ക് വരണം. അതിന് മെയിൻ റോഡ് മുന്നിൽ ഇവരെ ബോർഡൊക്കെ ഉണ്ട്. അവിടെ നിന്ന് അത് വെച്ചിട്ട് വരാം. പിന്നെ മേപ്പെട്ടാൽ സിമ്പിൾ അവിടെ എത്താൻ. അടിപൊളി സ്ഥലമാണിത്. ഭയങ്കരമായിട്ടുള്ളൊരു സ്ഥലമാണ്. പിന്നെ ഇവിടെ സൈക്കിളൊക്കെ ഉണ്ട് ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ. പിന്നെ ബാറ്റും എന്ന് പറയേണ്ടത് നമ്മളിതില്ലേ ബോളും ഇതൊക്കെ ഉണ്ട് കളിക്കാനുള്ളത്. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ സ്ഥലം. പിന്നെ ഇവിടെ വേറൊരു ഹട്ടാണിത്. നല്ല അടിപൊളി ഇതാണ്. നല്ല അതിൻ്റെ നിർമ്മാണം ഭയങ്കര ലുക്ക് നിർമ്മാണമാണ്. ഇതാണ് വേറൊരു ഹട്ട്. അങ്ങനെ ഭയങ്കര സെറ്റപ്പാണ് ഇവിടെ. ഇവിടെ ഇരിക്കുന്ന സ്ഥലമാണ്. ഇത് അവരെ ഓഫീസാണ്. ഓഫീസിൻ്റെ ഉള്ളിലേക്ക് നമ്മളിവിടെ ക്യാമറ ഒക്കെ ഉള്ളത് നമ്മളധികം എടുക്കുന്നില്ല. അവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുണ്ട് നമ്മളെടുക്കുന്നത്. നമുക്ക് മുകളിലേക്ക് പോകാം. മുകളിൽ നമ്മൾ ഫുഡ് സർവ് ചെയ്യുന്ന സ്ഥലമുണ്ട്. ഇവിടെ നിന്ന് അത് പൂട്ടിയിട്ടുള്ളത് നോക്കട്ടെ. ഇവിടെ നിന്നാണ് നമുക്ക് ഫുഡൊക്കെ കഴിക്കുന്ന ഏരിയയാണിത്. ഇവിടെയൊക്കെ ഇരിക്കാം. ഇവിടെ താക്കോൽ ഇവിടെ ഉണ്ട്, നോക്കട്ടെ. ഇതാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വരുന്ന സ്ഥലം. അടിപൊളി ഏരിയയാണ്. ഭയങ്കര ഉഷാറായിട്ടുള്ള സ്ഥലമാണ്. നല്ല സെറ്റപ്പാണ്. ഫുഡൊക്കെ നല്ല അടിപൊളി ഫുഡും
ഇതൊക്കെയായിരുന്നു. പിന്നെ താഴെ നിന്നുള്ള മേലെ മുകളിൽ നിന്നുള്ളൊരു കാഴ്ചയാണിത്. നമ്മൾ താമസിച്ച റൂമാണത്. നല്ല അടിപൊളിയാണ്. ഇവിടെ നിങ്ങൾ എന്തായാലും വയനാട്ടിലേക്ക് റിസോർട്ട് നോക്കി വരുന്നവർക്ക് ഇത് വർത്താണ്. അധികം വലിയ റേറ്റ്, സാധാരണ റേറ്റ് എല്ലായിടത്തുള്ളതിൻ്റെ തൊട്ട് തന്നെ. പക്ഷേങ്കിൽ കുറച്ച് ഉള്ളോട്ടൊക്കെ വന്നിട്ട് നല്ല അടിപൊളി സ്ഥലമാണിത്. ഇതിനെപ്പറ്റി ഒന്നും പറയാനില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ നിങ്ങളെ ചോയ്സാണ്. ഇനിയിപ്പോൾ ഓരോരുത്തർ വന്നിട്ട് ഇവിടെ നോക്കുക. നെറ്റിലടിച്ചാൽ ഇവിടുത്തെ ഇതിനെപ്പറ്റി കിട്ടും. പിന്നെ ഇവിടെ ഉള്ള ആളെന്ന് പറഞ്ഞാൽ സുമേഷ് എന്നാണ് ആളെ പേര്. അപ്പോൾ സുമേഷ് എന്ന് പറഞ്ഞ ആളെ അന്വേഷിച്ചമ്മ ഇവിടെ. അദ്ദേഹമാണ് ഇവിടുത്തെ മെയിനായിട്ട് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഫുഡൊക്കെ ഇവിടെ തന്നെ അവർ ഉണ്ടാക്കുന്നതാണ്. അതിനുള്ള കിച്ചണൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ നമ്മൾ കിച്ചൺ ഏരിയയിലൊന്നും പോയിട്ടില്ല. അവിടെ അവർ രാവിലത്തെ ഫുഡൊക്കെ ആൾക്കാർക്ക് സർവ് ചെയ്തിട്ട് അതൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ ഇട്ട് വെച്ചിട്ടുള്ളത്. അവരൊക്കെ ഓരോ വർക്കിലുള്ളത്. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവർ ക്ലീനിങ്ങൊക്കെ. പിന്നെ ഞങ്ങളെ വണ്ടിയാണ് അവിടെ കിടക്കുന്നത്. താഴെ നല്ല അടിപൊളി സ്ഥലമാണ്. ഇങ്ങനെ താഴെ നിന്ന് കയറി വരുന്നത്. പിന്നെ ഇവിടെ കുറേ പിലാവുണ്ട് ഇഷ്ടംപോലെ. ഭയങ്കര ചക്കയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഗംഭീര സെറ്റപ്പ് സ്ഥലമായത്. എല്ലാവരും ഇവിടെ ചൂസ് ചെയ്യുക. നല്ല ഒരു അടിപൊളി സ്റ്റൈലിൽ എടുത്തൊരു സംഭവമായത്. ഇപ്പോൾ കാണുന്നവർ ഇവിടെ ചൂസ് ചെയ്യുക. വേറെ ഒന്നും നോക്കണ്ട, അടിപൊളിയാണ്. വരുന്നവർ ഇവിടെ വരാൻ ശ്രമിക്കുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവിടെ വയനാട്ടിൽ കുറേ റിസോർട്ടുണ്ട് നല്ലത്. പിന്നെ ഇവിടെയും കൂടി എല്ലാവരും ഒന്ന് വന്ന് നോക്കുക. എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ 2-3 സ്ഥലത്ത് വന്നു. പക്ഷേ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു നല്ലൊരു പ്രത്യേക ഒരു ഇതുള്ളൊരു സ്ഥലം. പിന്നെ ഇതിൽ ഈ റൂട്ടിലേക്ക് വരുമ്പോൾ കുറേ മനോഹരമായ കാഴ്ചകളൊക്കെ ഉണ്ട്. നല്ല എന്താ പറയണ്ടേ, തേയിലത്തോട്ടമൊക്കെ കണ്ടുവരാം. അങ്ങനെ ഒരു ഇതും കൂടി ഉണ്ട്. പിന്നെ അടിപൊളി ഒരു ദിവസം നല്ല ഇവിടുത്തെ എനിക്കിഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഇവിടുത്തെ ഇവരെ നമ്മളോടുള്ള പെരുമാറ്റവും എല്ലാ കാര്യങ്ങളും ഇവിടെ നമുക്ക് തരുന്ന ഫെസിലിറ്റി ആയിക്കോട്ടെ, അതൊക്കെ അവർ നല്ല രീതിക്ക്, ഇപ്പോൾ ഫുഡായിക്കോട്ടെ നമ്മുടെ സമയത്ത് വിളിച്ച് നമ്മളെ അവിടെ ഇരുന്ന് നമുക്ക് സർവ് ചെയ്ത് നല്ല കണ്ടീഷനായിട്ട് ഓരോരോ സാധനങ്ങൾ. ഇന്ന് ഞങ്ങൾക്ക് രാവിലെ പുട്ടുണ്ടായിരുന്നു, പഴം ആവിയിൽ ഇതാക്കിയ സാധനം ഉണ്ടായിരുന്നു, പിന്നെ മുട്ടയുണ്ടായിരുന്നു, പിന്നെന്തായിരുന്നു, പിന്നെ ഇതുണ്ടായിരുന്നു, മറ്റേന്ന് പറയണ്ടേ തണ്ണിമത്തനുണ്ടായിരുന്നു, അതൊക്കെ കട്ട് ചെയ്ത് വെച്ചത്. പിന്നെ ചെറിയൊരു കേക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ഐറ്റംസ്. പിന്നെ പച്ചക്കറി കടലക്കറി ഉണ്ടായിരുന്നു. പിന്നെ പുട്ട്, പൂരി, ഇങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. കേക്കൊക്കെ നല്ല അടിപൊളി കേക്ക്, നല്ല ഫ്രഷ് കേക്ക്, നല്ല അടിപൊളി സാധനങ്ങൾ എല്ലാം. മൊത്തം ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി പറയണം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓരോരുത്തർ വന്ന് നോക്കിയാലേ ഇവിടെ മനസ്സിലാവുള്ളൂ. ഓരോരുത്തർ ഇതാണല്ലോ ഇത്രത്തോളം ഇഷ്ടപ്പെടുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പം ഇവിടെ വന്നിട്ട് എല്ലാവരും ഇവിടെ വരിക, എന്നിട്ട് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല. അത്രയും നല്ല ബാത്റൂമൊക്കെ, നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ബാത്റൂമൊക്കെ അവിടെ ഉള്ളത്. അതെനിക്കതിനെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റായിട്ട് തോന്നി. റൂമും നല്ല അടിപൊളി നീറ്റ് ആൻഡ് ക്ലിയർ, ബാത്റൂമും അടിപൊളി, എല്ലാം നല്ല. പിന്നെ ബാത്റൂമിൽ ഹീറ്ററും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല അടിപൊളി നീറ്റ് എന്ന് പറഞ്ഞാൽ അത്ര ഫ്രഷായിട്ടാണ് അവർ കൊണ്ടു കിടക്കുന്നത്. അവിടെ ഇതിന് പ്രത്യേകമായിട്ട് 2 ആൾക്കാരുണ്ട് ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ പിടിക്കാനൊക്കെ. നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആക്കിയിട്ട് അവർ ചെയ്ത് ഇതാക്കി വെച്ചോളും.